മക്കളുടെ നിലവിളിയിൽ നിസ്സഹായനായി വിതുമ്പി മുഖ്യമന്ത്രി. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ആർ രാജേഷിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്തെ ജന്മനാട്ടിലെത്തിച്ചപ്പോൾ വീട്ടിലുയർന്നത് കണ്ടുനിന്നവരുടെ ഹൃദയം തകർക്കുന്ന രംഗങ്ങളായിരുന്നു. അലമുറയിട്ട് കരയുന്ന രാജേഷിന്റെ പിഞ്ചുമക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിതുമ്പുകയായിരുന്നു കണ്ടുനിന്ന നാട്ടുകാരും ബന്ധുക്കളും. അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയപ്പോഴും ആ നിലവിളികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കാനേ സാധിച്ചുള്ളൂ. വാക്കുകൾ കിട്ടാതെ ആ മക്കളുടെ വേദനയ്ക്ക് മുന്നിൽ അദ്ദേഹം കണ്ണീരണിയുകയായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരാണ് ധീരനായ ആ രക്ഷാപ്രവർത്തകന് അന്തിമോപചാരം അർപ്പിക്കാൻ കല്ലിയൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. രാജേഷിന്റെ പണി പൂർത്തിയാകാത്ത വീടിന്റെ നിർമ്മാണം സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി മുമ്പ് വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി തുരുത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജേഷ് ദുരന്തത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കർണാടക വനത്തിലും കൊഴിച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുമുണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും കാര്യങ്കോട് പുഴയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ ബെന്നി എന്ന കർഷകനെ രക്ഷിക്കാനാണ് രാജേഷും കൂട്ടുകാരും എത്തിയത്. നീന്തൽ പരിശീലകനായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും റാഫ്റ്റർ ജിതിനും ചേർന്ന് ജീവൻ പണയം വെച്ച് കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തിക്കടന്നാണ് ബെന്നിയെ രക്ഷിക്കാൻ തുരുത്തിലെത്തിയത്. എന്നാൽ തിരിച്ചു വരുന്നതിനിടെ രാജേഷ് തൻ്റെ കൈവശമുണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റ് കർഷകനായ ബെന്നിക്ക് നൽകുകയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ തിരിച്ചു പുഴ കുറുകെ കടക്കവേ കനത്ത ഒഴുക്കിൽപ്പെട്ട് വടത്തിൽ നിന്നുള്ള പിടിവിട്ട് രാജേഷിനെ കാണാതാവുകയായിരുന്നു. വെള്ളത്തിൽ കടുത്ത തണുപ്പിൽ ശരീരം കോച്ചിപ്പിടിച്ചതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. സ്വന്തം സുരക്ഷ നോക്കാതെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയ ആ ത്യാഗമാണ് ഒരു കർഷകന്റെ ജീവൻ രക്ഷിച്ചതും രാജേഷിന്റെ ജീവൻ എടുത്തതും. സാഹസികത എന്നും ഹരമായിരുന്ന രാജേഷ് മുമ്പും നിരവധി ദുരന്തമുഖങ്ങളിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. വയനാട്ടിലടക്കം പ്രളയരക്ഷാ പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കെന്റെ അച്ഛനെ കാണണം സാറേ, മുഖം തുണി കൊണ്ട് മറച്ചേക്കുക, ഇങ്ങനെയായിരുന്നു രാജേഷിന്റെ പിഞ്ചുമക്കളുടെ നിലവിളി. ഇരുവരെയും സാന്ത്വനിപ്പിക്കാൻ പാടുപെട്ട സതീശൻ കണ്ണീരണിഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്.